നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ആളെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? ജോഹാൻ. ജോഹാൻ. ജോഹാൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th പഠിക്കുന്നത്. എപ്പോഴും ഇവിടെ ജോയിൻ ചെയ്താ? ഞാൻ ഇവിടെ 4th സ്റ്റാൻഡേർഡ്. ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ? ധാരാളം ഉണ്ട്. ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുകയാണെങ്കിൽ 2 പേരുണ്ടാവും, ഷെറിയാൻ, റൂഫസ്. ഇവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. എത്ര നാളായി നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട്? ഈ ചെറിയാൻ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തേ ഉള്ളൂ. റൂഫസ് എനിക്ക് 4th തൊട്ട് അറിയാം. 4th തൊട്ട് അറിയാം. 4th തൊട്ട് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടാ? ചെറിയാൻ കൂടിയെന്നുള്ള അല്ലേ? ഓക്കെ. ജോഹന്റെ ഫേവറേറ്റ് ടീച്ചർ ആരാ? ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ മഞ്ജു മിസ്, ഫിജു മിസ്, കുറേ പേരുണ്ട്. എനിക്ക് എല്ലാവരും ഇഷ്ടം. ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? വളരെ നല്ല ടീച്ചേഴ്സാണ്. അവർ അക്കാഡമിക്കലി ഡെവലപ്പ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്വഭാവം എല്ലാം നന്നാക്കാൻ അവർ സഹായിക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ. ഈ സ്കൂളിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? ഞാൻ 4ാം ക്ലാസ് വരെ 5 സ്കൂളിൽ പഠിച്ച ഒരാളാണ്. 4ാം ക്ലാസ് വരെ 5 സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഏറ്റവും നല്ല സ്കൂൾ, ഞാൻ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും നല്ല സ്കൂളായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ്. അതെന്താ ഇത് തന്നെ നല്ല സ്കൂളെന്ന് തോന്നിയത്? അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വർഷം തന്നെ സാറ് പറഞ്ഞതുപോലെ 3 ഐഡിയാസ് ആണ് ഇവർക്കുള്ളത്. പിള്ളേർ ചെയ്യണം എന്നുള്ളത്, പിള്ളേരുടെ ക്യാരക്ടർ ഫോർമേഷൻ, പിന്നെ അക്കാഡമിക്സ്, പിന്നെ അതിനോടൊപ്പം ഡിസിപ്ലിൻ. അപ്പോൾ അതേപോലെ തന്നെ വളരെ നമ്മുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും പിന്നെ അക്കാഡമിക്സിലും ധാരാളം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ? യെസ്. സ്റ്റുഡൻസിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യോ അതോ അവർക്ക് ഒരു ബേർഡൻ പോലെ തോന്നോ? ബേർഡൻ പോലെ അല്ല, ഒരു ഹെൽപ്പാണ്. ഓക്കെ. കോമ്പറ്റീഷൻസ് ഒക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് കോമ്പറ്റീഷൻസ്? ഞാൻ എക്സ്റ്റംബർ സ്പീച്ച്, പിന്നെ ഡ്രോയിങ്, പിന്നെ സയൻസ്, പിന്നെ കമ്പ്യൂട്ടർ. ബ്രില്യൻ്റ് ആണോ? ഇപ്പോൾ സ്കൂൾ ഫസ്റ്റ് ഒക്കെ ആണോ? ക്ലാസ് ഫസ്റ്റ് ആണ്. ഓക്കെ. ഹയർ സ്കോർ എത്രയാ? ഹയർ സ്കോർ ഇവിടെ പെർസെൻറ്റേജ് പോലെ 93. അപ്പൊ നല്ല പഠിപ്പിച്ചാലോ? പഠിപ്പിച്ചെന്ന് വിളിക്കാറുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി കുറഞ്ഞാണ് കൂടി വരുമോ? ഗ്രാഫ് എങ്ങനെയായിരിക്കും? കൂടി വരായിരിക്കാം അല്ലെ? ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 9th. 10th അല്ലേ? 10th ഇനി കൂടണ്ടേ? എന്തായാലും കൂടും. ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഹലോ. എന്താ പേര്? ഗൗരി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ലായി. ഏത് കൊല്ലം ഇവിടെ ജോയിൻ ചെയ്തത്? ഞാൻ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തോളൂ. അതിന് മുമ്പ് എവിടെയായിരുന്നു? ടോക്കച്ച് പബ്ലിക് സ്കൂൾ, ഏലൂര്. ഓക്കെ. അതെന്തെങ്കിലും മാറാനുള്ള കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ ആ സ്കൂളിൽ ഇത്തിരി ക്രൈസിസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഞങ്ങൾ ഏറ്റവും നല്ല സ്കൂളായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളുടെ തൊട്ടടുത്ത സ്കൂളാണല്ലോ, കളമശ്ശേരി ഏലൂര്. അപ്പം അങ്ങനെ കേട്ട്. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? അതെ, ഏലൂരാണ് താമസിക്കുന്നത്. ഓക്കെ. കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട്? കലോത്സവത്തിന് എന്ത് ഐറ്റത്തിനാ പോയത്? ഞാൻ എക്സ്റ്റംബറിനാണ് പോകാറ്. അതിനാണ്. അല്ലാണ്ട് പാട്ട്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് പാടും, ഡാൻസും കളിക്കാം. അത്യാവശ്യം എല്ലാം ചെയ്യും അല്ലേ? ഓക്കെ. ഈ സ്കൂളിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ല? ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ ബാക്കി സ്കൂളെ പോലെ പഠിത്തം മാത്രമല്ല, എല്ലാം പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന സ്കൂളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം വന്നോളൂ എന്ന് പറഞ്ഞു, പക്ഷെ ഒരു വർഷം കൊണ്ട് ഒരു സ്വന്തം സ്കൂൾ എന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റി തോന്നിയില്ലേ? ഓക്കെ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ? കുറച്ച് നാളായുള്ളൂ വന്നിട്ട്, എന്നാലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ഏറ്റവും മറക്കാൻ തോന്നുന്ന ഫാബുല തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാബുല എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ പ്രോഗ്രാം വെച്ചാൽ കലാകായിക മേളകൾ അങ്ങനെ നമ്മൾ പറയുന്ന പോലെയാണ് ഫാബുല. ഫാബുലയിൽ ഞങ്ങൾക്ക് ജാലകം എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ
ലോക്കൽ ന്യൂസ് പേപ്പർ പോലെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഇതാണ്. അതിൽ ഞങ്ങൾ എഡിറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ കുറേ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഞങ്ങളുടെ ബിന്ദു പണിക്കർ, സായികുമാർ അത് സാറിൽ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ ഹോർമിസ് തരകൻ എന്ന് പറഞ്ഞ DGP, ഫോർമൻ DGP ആയിരുന്നു. അദ്ദേഹത്തൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു മറക്കാനാത്തൊരു അനുഭവമായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. അല്ലാണ്ട് എന്തെങ്കിലും ഫണ്ണി ആയിട്ട് എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ പ്രാക്ടീസ് സെക്ഷൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഓടി നടക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങളുടെ ഈ പ്രാക്ടീസ് സമയങ്ങളല്ല, കലോത്സവത്തിൻ്റെ എല്ലാം പ്രാക്ടീസ് സമയം എപ്പോഴും ഫണ്ണിയായിരിക്കും. എപ്പോഴും ഫണ്ണി ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായത് മറക്കാനാവാത്ത എന്തെങ്കിലും ഉണ്ടോ? മറക്കാനാത്തത് എല്ലാം ഇങ്ങനെ എല്ലാം മറക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഹലോ, എന്താ പേര്? അലൻ. അലൻ. അലൻ എത്ര കൊല്ലമായി ഇവിടെ പഠിക്കാൻ തുടങ്ങി? ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഞാൻ വന്നത്. ഇപ്പൊ എത്രയല്ല പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ 7ലാണ് പഠിക്കുന്നത്. 7ലാണ് പഠിക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാം എന്താണെന്നറിയോ? ഇവിടെ ഇന്റർവ്യൂവിന് വന്നേക്കണേ. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. അപ്പോ നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും ഈ സ്കൂളിൽ വന്നിട്ട് ഒരു സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ അല്ലെന്ന് പറയാനായിട്ട്? എനിക്ക് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ 4th എൻ്റെ സ്കൂളിൽ നിന്ന് സ്റ്റെപ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വീഴാൻ പോയപ്പോൾ തന്നെ വീഴാൻ പോയതായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്ന് എന്നെ പിടിച്ചു. അത് മീൻസ് ശരിക്കും ഞാൻ വീഴാൻ പോയതായിരുന്നു. അപ്പോൾ ഞാൻ വിൻഡോ ഒക്കെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ താഴേക്ക് വീഴാൻ പോയി. അപ്പോൾ അവരെന്നെ പിടിച്ച് ഇതുകൊണ്ട് അന്ന് ഭയങ്കര ഒരു പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയില്ല. വീഴാൻ പോയപ്പോഴത്തേക്കും പുറകെ നിന്ന് ഫ്രണ്ട്സും ടീച്ചറൊക്കെ പിടിച്ചു. അതൊരു ഭയങ്കര ഒരു നല്ലൊരു ഹെൽപ്പായല്ലേ? ഇല്ലായിരുന്നെങ്കിൽ തീർന്നേനെ. ഓക്കെ ഓക്കെ. കോമ്പറ്റീഷൻസ് ഒക്കെ പങ്കെടുക്കാറുണ്ടോ? കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. എന്ത് ടൈപ്പിലാ? എന്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മീൻസ് ഏത് ഐറ്റംസിനാ ചേരാറ്? ഈ വർഷം ഞാൻ ചേർന്നത് ക്വിസിനാണ്, സോഷ്യൽ ക്വിസിനാണ്. ഭയങ്കര ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണോ? ക്ലാസ്സിലെ ഫസ്റ്റ് ആണല്ലേ? ഏത് സബ്ജക്റ്റ് ഇഷ്ടം? ഹിസ്റ്ററിയാണ് ഇഷ്ടം. ഭാവിയിൽ എന്താവാൻ ആഗ്രഹം? ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻ. കൊള്ളാം. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ പഠിക്കാനും ഈ ക്വിസ് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ? ഏത് ടീച്ചറാ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരും ഒരുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി എന്താ അഭിപ്രായം? ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞാൽ നല്ല ടീച്ചേഴ്സാണ്. അവരെപ്പോഴും ഭയങ്കര കെയറിങ് ആണ്, ലവിങ് ആണ്. ലൈക്ക് സ്വന്തം വീട്ടിൽ വന്ന പോലെയാണ് ഇവിടെ വന്നാൽ തോന്നുന്നത്. അപ്പൊ വീടാണോ സ്കൂളാണോ ഇഷ്ടം? രണ്ടും ഒരേപോലെ ഇഷ്ടം. രണ്ടും ഒരേപോലെ. അപ്പൊ ഈ മൺഡേ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് എത്ര മണിക്ക് ഇവിടെ തുടങ്ങുന്നത്? ഇവിടെ 8 o'clock ക്ലാസ്. അപ്പൊ ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേനും വരണ്ടേ? 7:45 ആകുമ്പോൾ ബസ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് മൺഡേ മോർണിംഗ് വന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ? എനിക്ക് സ്കൂളിൽ പോകുന്ന വന്നാ മതി അല്ലേ? പാട്ട് പാടുവോ? പാട്ട് അങ്ങനെ പാടില്ല. പാടില്ല? അതെന്താ? അയ്യോ, എനിക്ക് സൗണ്ട് ഒന്നുമില്ല. നമുക്ക് പാടുന്ന ഇതുവരെ പാടിയിട്ടുമില്ല. മീൻസ് പാടിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ. എന്താ പേര് പറഞ്ഞു? അലൻ. താങ്ക് യു സോ മച്ച് അലൻ. ഓക്കെ ആൻറ്റി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഹലോ. എന്താ പേര്? ശ്രുതി. വൈസ് ക്യാപ്റ്റൻ ഒക്കെ ആണെന്ന് തോന്നണല്ലോ. അതെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണത്? 9th. നിങ്ങൾക്ക് ഏത് ക്ലാസ് തൊട്ട് എങ്ങനെ ഹൗസ്? 9th വെച്ചാണ് ഇലക്ഷൻ നടന്ന. ഈ ഇലക്ഷൻ വോട്ട് ചെയ്യുമല്ലേ? അല്ല, അത് ടീച്ചേഴ്സ് തമ്മിലൊരു ടീച്ചേഴ്സ് തമ്മിൽ. അതെന്തുകൊണ്ടാണ് ശ്രുതിനെ ഇങ്ങനെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുത്തേ? അറിയത്തില്ല. ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിട്ടാണോ? ആയിരിക്കാം. അപ്പൊ പഠിത്തത്തിൽ നോക്കിയിട്ടാണോ അതോ ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ടാണോ ഇവര് സെലക്ട് ചെയ്യണത്?
ഉത്തരവാദിത്വ ബോധം ഉത്തരവാദിത്വം, നല്ല ഉത്തരവാദിത്വ ബോധമുള്ള കുട്ടിയാണോ? എൻ്റെ ഇതിൽ ആണ്. ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാറ്? ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടോ? പഠിത്തത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ വേറൊന്നുമില്ല. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് ആരെ കണ്ടുപിടിച്ചാൽ? എൻ്റെ ഫ്രണ്ട്സ് തന്നെ. ഫ്രണ്ട്സ് ആണ്. അതെങ്ങനെയാ? ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അവര് നമ്മളോട് പറയുമ്പോൾ മനസ്സിലാവാറുണ്ട്. മനസ്സിലാവുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്തെങ്കിലുമൊക്കെ തരും. ഞാൻ കൂടുതൽ എടുക്കുമ്പോൾ എന്താ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ അവർ പറയും നിനക്ക് ലീഡർ ആവാൻ നല്ല ഇതുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും സ്വപ്നേനെ ഏൽപ്പിക്കൂ മിസ് എന്ന് പറയാറുണ്ടോ? ഇങ്ങനെ ചോദിക്കില്ല ആരാണ് ചെയ്യാൻ പറ്റാന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും സ്വപ്ന എന്ന് പറയാറുണ്ടോ? ഓക്കെ ശ്രുതി എന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. ഓക്കെ. കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ടോ? ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് പോകാറുണ്ട്. ഓക്കെ. ഇവിടെ വന്നിട്ട് എത്ര നാളായി ഈ സ്കൂളിൽ? 9 വർഷം. 9 വർഷമായി. ഈ 9 വർഷത്തിനുള്ളിൽ മറക്കാനാവാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ വർഷം പോയി നെല്ലിയാമ്പതി പോയി. ഓക്കെ. അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞങ്ങൾ ആദ്യം പോത്തുണ്ടി ഡാമിൽ പോയി, പിന്നെ സൂയിസൈഡ് പോയിന്റ് പോയി, പിന്നെ ബസ്സിൽ വെച്ച് ഫുൾ ഡാൻസ് പാട്ട്. അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്തോ? പിന്നെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവരും വന്ന. ഓക്കെ. അപ്പോൾ ടീച്ചേഴ്സ് എങ്ങനെയാ നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യോ അതോ മാറി എല്ലാവരും ഡിസിപ്ലിൻ പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കും? ഭയങ്കര ഫ്രീ ആയിരുന്നു. ഫ്രീഡം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നന്നായിട്ട്? പക്ഷേ ഡിസിപ്ലിൻ ഉണ്ടാവും. കുറച്ച് സ്ട്രിക്റ്റ് ആണ്, അത്യാവശ്യം ഫ്രീഡം തരും. ഓക്കെ. പാട്ട് ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് പാടാറില്ല, ഡാൻസ് ഇടയ്ക്ക് വല്ലതും ചെയ്യും. ക്ലാസിക്കലല്ല, സ്പോർട്സ് ഒക്കെ ആണെങ്കിലോ? സ്പോർട്സ്, റേസ്. ഇവിടുത്തെ പ്രിൻസിപ്പളിനെ പറ്റി എന്താ അഭിപ്രായം? ഭയങ്കര എഫിഷ്യൻസ് ആണ്, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളോടൊക്കെ എങ്ങനെയാ? നല്ലതാ. നല്ല സ്ട്രിക്റ്റ് ആണോ? അത്യാവശ്യം. സ്കൂൾ ക്യാമ്പസ് എങ്ങനെയാ? മൊത്തത്തിൽ സ്ട്രിക്റ്റ് ആണോ അതോ നല്ല ഫ്രീഡം ഉള്ളതാണോ? നല്ല ഫ്രീഡം, നല്ല ആവശ്യമുള്ള സ്ട്രിക്ട്നെസ് നല്ലതാണ്. ഓക്കെ. താങ്ക് യു ശ്രുതി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഹലോ. ഹായ്. എന്താ പേര്? അരവിന്ദ്. അരവിന്ദ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5ൽ പഠിക്കുന്നത്. 5ൽ. എവിടെ വീട്? മഞ്ഞമ്മൽ. എവിടെ? മഞ്ഞമ്മൽ മുട്ട. ഇവിടെ അടുത്താണോ? ഓക്കെ. എങ്ങനെയാ പോയി വരുന്നതൊക്കെ? എങ്ങനെയാ? സ്കൂളിലേക്കാണ്. ബസ് വരും വീട്ടില്. ബസ്? സ്കൂൾ ബസ്സിനാണ്? സ്കൂൾ ബസ്സിലെ ഡ്രൈവേഴ്സ് ഒക്കെ ആയിട്ട് എങ്ങനെയാ? ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സംസാരിക്കും. ഇവിടെ ഈ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഒക്കെ ഇല്ലേ ഒരുപാട്, അവരൊക്കെ ആയിട്ട് എങ്ങനെയാ? അവരൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു ആൾക്കാരാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അവർ ചെയ്തു തരും. ഓക്കെ. അവർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ വിഷ് ചെയ്യാറുണ്ടോ? ഗുഡ് മോർണിംഗ് പറയും. ഓക്കെ. കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? എന്ത് തരം കോമ്പറ്റീഷൻസാ? ഞാൻ മ്യൂസിക്കിനാണ് കൂടുതലും പോയിട്ടുണ്ട്. മ്യൂസിക്കിന് എങ്ങനെയാ? ക്ലാസിക്കലാണോ? ക്ലാസിക്കൽ. പഠിക്കണ്ടേ? എത്ര കൊല്ലമായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഈ വർഷം ഇവിടെ കയറിയത്. ഈ വർഷമാണ്. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് എവിടെയായിരുന്നു? SBOA പബ്ലിക് ചിറ്റൂര്. അവിടെ ഇങ്ങോട്ട് വന്നപ്പോ വിഷമമായോ? പണ്ടത്തെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മിസ് ചെയ്തപ്പോ ഇത്തിരി വിഷമമായി. ഇപ്പൊ വിഷമം പോയോ? ഇപ്പൊ ഇവിടത്തെ പുതിയ ഫ്രണ്ട്സ് വന്നപ്പോ ആ വിഷമം കുറച്ച് മാറി. പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടി? കിട്ടി. ആ പണ്ടത്തെ ഫ്രണ്ട്സ് ആണോ ഇവിടുത്തെ ഫ്രണ്ട്സ് ആണോ നല്ലത്? ഇത് വെച്ച് നോക്കുമ്പോ രണ്ടും ഒരു പണ്ടത്തെ സ്കൂളാണോ ഇതാണോ നല്ലത്? സ്കൂൾ വെച്ച് നോക്കുമ്പോ ഇതാണ് നല്ലത്. എന്താ കാരണം? ഇവിടെ ഞാൻ കുറെ ഇംപ്രൂവ് ചെയ്തു. പഠിത്തത്തിലും എല്ലാത്തിലും കുറെ ഇംപ്രൂവ് ചെയ്തു. കഴിഞ്ഞ തവണ നമ്മൾ പാട്ടിനാണ് ടാലന്റ് ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ അത്രയ്ക്ക് കോമ്പറ്റീഷൻ ഉണ്ട്, കുറേ കോമ്പറ്റീഷൻ ഇല്ല. ഇവിടെ നമുക്ക് ഫാബുല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ പ്രോഗ്രാമിന്റെ പേരറിയോ? അറിയില്ല. വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന ഈ പ്രോഗ്രാമിന്റെ പേര്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കൊല്ലം ആയോളൂ അല്ലേ? എന്നാലും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്ന? ഫാബുലയിൽ ഞാൻ പാട്ട് പാടിയത്. ഫാബുലയാണ് എല്ലാവർക്കും പറയാനുള്ളത് അല്ലേ? ഫാബുലയിൽ പാട്ട് പാടിയത്. പാട്ട് പാടിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ഭയങ്കര അപ്രീസിയേഷൻ ഒക്കെ കിട്ടി. പ്രൈസ് എല്ലാം കിട്ടിയോ?
പ്രൈസ് അങ്ങനെ നമ്മൾ അങ്ങനെ കോമ്പറ്റീഷൻ അല്ല അത്. ഫാബുല എന്ന് പറയുന്നത് എന്താ, കോമ്പറ്റീഷൻ ആണോ അത് ജസ്റ്റ് ടാലന്റ് കാണിക്കാൻ മാത്രമുള്ള സ്റ്റേജ് ആണോ? കുറേ സ്കൂളിൽ നിന്നൊക്കെ വേറെ ഓരോരോ സ്റ്റുഡൻസ് വരും, ഓരോരോ കാറ്റഗറി ഉണ്ട്, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അതിൽ മിക്ക സ്കൂളിൽ നിന്നും പിള്ളേർ വന്നിട്ട് ചെയ്യുന്നതാണ്. സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്, ഫുട്ബോളുണ്ട്. ഫുട്ബോൾ. അപ്പോൾ ഭാവിയിൽ ഫുട്ബോൾ പ്ലെയർ ആവാൻ ആഗ്രഹമുണ്ടോ? എനിക്കില്ല. ഇല്ല, ഇഷ്ടമാണ്, പക്ഷെ അതാവാൻ ഇഷ്ടമല്ല. ചെറുപ്പത്തിൽ മാത്രം. നമുക്ക് വലുതാകുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരില്ല. വലുതാകുമ്പോൾ നമുക്ക് പഠിത്തത്തിലേക്ക് ഇതായി പോകും. അപ്പൊ കളിയൊന്നും ഉണ്ടാവില്ല, കളി സമയം ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ബോഡിയൊക്കെ ഫിറ്റ് ആയിരിക്കാൻ എന്തെങ്കിലും കളി നല്ലതല്ലേ? കളി നല്ലതാ, ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട്. ചെറുപ്പത്തിൽ ഞാൻ ഇപ്പൊ ഭയങ്കരമായിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും എൻ്റെ പിള്ളേരാണ്. അപ്പൊ ഒരു കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ അരവിന്ദ് മുഴുവൻ പ്രൊഫഷണൽ മൈൻഡ് ആയിരിക്കോ? ചോദിച്ചാൽ ആയിരിക്കും. താങ്ക് യു സോ മച്ച് അരവിന്ദ്. താങ്ക്സ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത കുട്ടീനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പേരെന്താണ്, എന്തൊക്കെയാണെന്ന് ചോദിക്കാം. എന്താണ് പേര്? നിരഞ്ജന സർ. നിരഞ്ജന. ഏത് ക്ലാസ്സിലാണ് നിരഞ്ജന? 6ലാണ് പഠിക്കുന്നത്. നല്ല സ്വീറ്റ് അല്ല നിരഞ്ജന? നല്ല സ്മൈലൊക്കെ ആയിട്ട്. ഒന്നും കഴിക്കാറില്ല? 6ലാന്ന് പറയില്ലല്ലോ. കഴിക്കാറില്ലേ? ഒരുപാട് അങ്ങനെ കഴിക്കാറില്ലല്ലേ? സ്ലിം ബ്യൂട്ടി ആവാനാണ് ആഗ്രഹം? അങ്ങനെ പറഞ്ഞ. ഓക്കെ. എത്ര നാളായി സ്കൂളിൽ വന്നിട്ട്? 5 വർഷമായി. അപ്പൊ ഈ 5 വർഷത്തിനുള്ള എന്തെങ്കിലും ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്തെങ്കിലും ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഞങ്ങൾക്ക് സ്റ്റേ ഓവർ ഉണ്ടായിരുന്നു. ഇങ്ങനെ 6ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും, ബോയ്സും ഗേൾസും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കുകയും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. അവിടെ എന്തെങ്കിലും ഫണ്ണി എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. പേരെന്തായിരുന്നു പറഞ്ഞത്? നിരഞ്ജന. കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ടോ നിരഞ്ജന? എന്തൊക്കെ കോമ്പറ്റീഷൻസിലാണ്? ഡാൻസ്, പാട്ട് പാടുവോ? പാടും. എന്നാ പാടിക്കോ. മഞ്ഞും മലം കാട്ടിൽ കുഞ്ഞും മുളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ മുത്തുമണിത്തൂവൽ പെയ്തിറങ്ങി മെല്ലെ അവളെന്നും പറന്നിറങ്ങും ചെമ്മരിയാടുള്ള മലഞ്ചെരുവിൽ നല്ല ചന്ദനം മണക്കുന്ന താഴ്വരയിൽ അമ്മ മനമൊഴുകും ചെല്ല മനമൊഴുകും താളിപ്പൊലി താരാട്ട്. കൊള്ളാലോ. കോമ്പറ്റീഷനൊക്കെ പോയിട്ട് നല്ല പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഡിസ്ട്രിക്ട് ലെവൽ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? സബ് ഡിസ്ട്രിക്ട് പോയിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കയറാൻ പറ്റുമെന്ന് തോന്നണ്ടോ? അറിയില്ല. അപ്പൊ ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയില്ലേ? നിങ്ങള് ഈ സ്കൂളിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും ഈ സ്കൂളിനെ പറ്റി പറയാനൊരു സ്റ്റോറിയോ, സ്കൂളൊക്കെ കഴിഞ്ഞു പോകുമ്പോഴത്തേനും ഈ സ്കൂളിനെ കുറിച്ചൊരു സ്റ്റോറി, നിങ്ങൾ പഠിച്ച കാലം, അതൊക്കെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും ഏറ്റവും ആദ്യം പറയാനുണ്ടാവുക? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സ്കൂള് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഫ്രണ്ട്സൊക്കെ പുതിയ ഫ്രണ്ട്സ് കിട്ടും. ഒരു ഫ്രണ്ട്സ് മാറി അടുത്ത ക്ലാസ്സിലോട്ടാകുമ്പോൾ അവരുടെ കൂടെ പഠിക്കാൻ അങ്ങനെ ഉണ്ടാവും. പിന്നെ ആ ക്ലാസ്സിൽ തന്നെ പക്ഷേ കുറേ ഫ്രണ്ട്സ് കിട്ടും. അതൊക്കെ ഭയങ്കര അതാണ്. ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട്? ടീച്ചേഴ്സ് നല്ല രസമാണ്. അവർ ഭയങ്കര വഴക്ക് പറയോ? കുറച്ചൊക്കെ വഴക്ക് പറയും. ഭയങ്കര തെറ്റൊക്കെ ഹോംവർക്ക് ഒന്നും ചെയ്യാണ്ടൊക്കെ വന്നാൽ. എങ്ങനെയാ പണിഷ്മെന്റ്? എങ്ങനെയൊക്കെ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇമ്പോസിഷൻ ആണ് മിക്കവാറും. ഇമ്പോസിഷൻ ആണ്. ഈ ഇമ്പോസിഷൻ നല്ലതാണോ ചീത്തയാണോ? അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ? ഓക്കെ. താങ്ക് യു സോ മച്ച് മോളു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്.
അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഹലോ. ഹലോ, എന്താ പേര്? എൻ്റെ പേര് ദേവ. ദേവ. അതാരാ പേരിട്ടെ? അമ്മ. അമ്മയാണ്. എന്താ അമ്മ അങ്ങനെ ഒരു പേരിട്ടെ? അറിയോ? ഇല്ലില്ല. ഇല്ല. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 8th പഠിക്കുന്നത്. 8th. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാൻ LKG തൊട്ട് ഇവിടെ പഠിക്കുന്നത്. LKG തൊട്ട് ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? അടുത്ത. ഓക്കെ. അപ്പോൾ ഈ LKG തൊട്ട് പഠിച്ചപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 8, 9, 10 വർഷമായല്ലേ? അപ്പോൾ 10 വർഷത്തിനുള്ളിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ ഞങ്ങളായിട്ട്? ഏറ്റവും നല്ല അനുഭവം ഫാബില തന്നെയാണ്. എല്ലാവർക്കും ഫാബിലാണ് പറയാനുള്ളത്. ഫാബില മാത്രമേ വേറെ ഒന്നുമില്ലേ? ഇല്ല, അത്രയും ഗ്രാൻഡ് ഈവന്റ് ആണ് ഫാബില. ഗ്രാൻഡ് ഈവാണല്ലേ? അത്രയും ഓർത്തു വെക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഫാബിലേക്ക്. അതിനകത്ത് എന്തിനെങ്കിലും ചേർന്നായിരുന്നോ? ഈ വർഷം ഡാൻസിനുണ്ടായിരുന്നു ഫാബിലേക്ക്. നമിത പ്രമോദ് ആയിരുന്നു ഗസ്റ്റ്. ഓക്കെ. നമിത പ്രമോദ് ഒക്കെ ഗസ്റ്റ് വന്നപ്പോ എങ്ങനെയാ? ഫാനാണോ നമിതയുടെ? ഫാനാണ്. ഓട്ടോഗ്രാഫിനൊക്കെ പോയോ? ഓട്ടോഗ്രാഫിന് പോവാൻ പറ്റിയില്ല, ഡാൻസിനുണ്ടായതുകൊണ്ട് പോവാൻ പറ്റിയില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം ഇനി വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ഒക്കെ ഉറപ്പായിട്ടും വരും, അന്നേരം പോവാല്ലേ? ഓക്കെ ഓക്കെ. ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ എങ്ങനെയാ അഭിപ്രായം? ടീച്ചേഴ്സ് എല്ലാവരും നല്ല ടീച്ചേഴ്സാണ്. ഫ്രീഡം തരുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് തന്നെ നമുക്ക് ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സാണ്. എല്ലാവരും ഒരേപോലെ തന്നെ കെയർ ചെയ്യണ ടീച്ചേഴ്സുമാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഈ ടീച്ചേഴ്സ് ഇല്ലാണ്ട് ചിലപ്പോൾ ഉണ്ടാവാറില്ലേ ഫ്രീ പീരീഡ്സ് ഒക്കെ? സബ്സ്റ്റിറ്റ്യൂഷൻ ടീച്ചേഴ്സ് വരാറുണ്ടോ നിങ്ങൾക്ക്? വരാറുണ്ട്. എന്നാലും ഫ്രീ പീരീഡ് ക്ലാസ് എടുക്കാറില്ലല്ലോ? ഇല്ല. അപ്പൊ അന്നേരം എന്തായിരിക്കും നിങ്ങൾ ചെയ്യണത്? എക്സാംസ് ഉണ്ടെങ്കിൽ എക്സാംസിന് പഠിക്കും, അല്ലെങ്കിൽ ഇരുന്ന് കളിക്കും. എന്തൊക്കെയാ കളിക്കണത്? 8th ആയില്ലേ? 8th ആയപ്പോ എന്താ കളി? 8th കുട്ടിത്തൊന്നും മാറിയിട്ടില്ല. ഞങ്ങള് ഇപ്പോഴും കള്ളനും പോലീസൊക്കെ കളിക്കും. കള്ളനും പോലീസൊക്കെ ടീച്ചേഴ്സ് മിക്കവാറും പിടിക്കുകയും ചെയ്യും. അതൊക്കെ കളിച്ചു കഴിഞ്ഞാൽ പിടിക്കും? ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചൊക്കെ ആയിരിക്കും കളിക്കണത്. ഒന്നും കളിക്കാൻ പാടില്ലെന്നുണ്ടോ ഇവിടെ? ഡിസിപ്ലിൻ അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും സൗണ്ട് ഉണ്ടാക്കാണ്. സൈലന്റ് ആയിട്ട് നിന്ന് കളിക്കണേന് കുഴപ്പമില്ല അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ സ്കൂളിനെ പറ്റി പറയാനുള്ളത്? സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, CMI ഫാദേഴ്സിൻ്റെ സ്കൂളാണ്. ഈ വർഷം 52 or 53 വർഷമാണ് നമ്മുടെ സ്കൂള്. ഗ്രൗണ്ട് ഇത്രയും ഇപ്പോൾ പുതിയ ഗ്രൗണ്ടാണ് നമുക്കുള്ളത്. നല്ല ഗ്രൗണ്ടാണ്. ഫാബിലേക്ക് തന്നെ പല സ്കൂൾസും വന്ന് ഇവിടെ ഫുട്ബോൾ കളിച്ചു. പിന്നെ RSCC സ്റ്റേഡിയം, അവിടെ ഇപ്പോൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉള്ള സ്കൂളാണ് രാജഗിരി. പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ നമ്പർ 1 സ്കൂളായിട്ട് പറയണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് ഈ സ്കൂളിൽ പഠിക്കാൻ. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും സങ്കടം വരുത്തിയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് വിഷമം തോന്നിച്ച? സങ്കടം വരുത്തിയ അനുഭവം അങ്ങനെ ഫ്രണ്ട്സ് വേറെ സ്കൂളിലോട്ട് പോകുമ്പോൾ മാത്രമേ, മീൻസ് അവരുടെ സിബ്ലിങ്സ് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അതനുസരിച്ച് പോണത് കൊണ്ട് ഫ്രണ്ട്സ് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ വിഷമം. അല്ലാണ്ട് വിഷമിക്കേണ്ട അവസ്ഥ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അവിടുന്ന് അങ്ങനെ എന്തെങ്കിലും ടീച്ചേഴ്സ് തെറ്റ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ശാസിക്കും, അത് യൂഷ്വൽ ആണല്ലോ. അല്ലാണ്ട് ടീച്ചേഴ്സ് അനാവശ്യമായിട്ടൊന്നും നമ്മൾ വഴക്കൊന്നും പറയാറില്ല. ഓക്കെ. താങ്ക് യു ദേവ. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഹലോ. എന്താ പേര്? അൻലിയ. അൻലിയ എത്രയല്ല പഠിക്കണം? 10th. അൻലിയ ഒരു വ്യത്യസ്തമുള്ള പേരാണ്. ആരായിട്ടെ? എൻ്റെ മമ്മിയാണ് ഇട്ടെ. അതിന്റെ മീനിങ് അറിയോ? ഇല്ല, മീനിങ് ഇല്ലാന്ന് തോന്നുന്നു. മീനിങ്ങേ ഇല്ല. ഓക്കെ. എൻ്റെ 10th സീനിയർ ആണ്. ഇനി സൂപ്പർ സീനിയർ ആവാൻ പോവാ നെക്സ്റ്റ് ഇയർ അല്ലേ? അപ്പോ അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയോ? തുടങ്ങി. ഇവിടെ എങ്ങനെ റാഗിംഗ് ഒക്കെ ഉണ്ട് സൂപ്പർ ജൂനിയേഴ്സിന്? റാഗിംഗ് ഇല്ല, ഇറ്റ്സ് ലൈക്ക് ഫൺ. ബാക്കിയുള്ളവർ പേടിപ്പിച്ചാണോ ഫൺ? അങ്ങനെയൊന്നുമല്ല. ഓക്കെ.
എത്ര കൊല്ലമായി ഇവിടെ പഠിക്കാൻ തുടങ്ങി? 5 years. ഇത് 5th year. 5th year ആണ്. 5th year സെലിബ്രേറ്റ് ഉണ്ടോ? സെലിബ്രേഷൻ ഒന്നുമില്ല. എന്നും സെലിബ്രേഷൻ ആണ്. ഡെയിലി സെലിബ്രേഷൻ. ഡെയിലി സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഈ പ്രോഗ്രാം അറിയില്ലേ, ഓച്ചോ സ്കൂൾ സ്റ്റോറി എന്നാ. അപ്പോൾ ഈ സ്കൂളിൽ വന്നിട്ട് പറയാനുള്ള സ്റ്റോറി എന്താ? സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാനിവിടെ വന്നത് ഒരിക്കലും ഒരു ഭയങ്കര ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ടല്ല, ഒന്നും അറിയത്തില്ല, ഒരു നോർമൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ്. ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ടീച്ചേഴ്സ് അവർ മോൾഡ് ചെയ്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുറച്ചും കൂടെ പ്രോഗ്രാംസിനൊക്കെ പോകാൻ തുടങ്ങിയതും. എനിക്ക് തിയേറ്റർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. സോങ് ഞാൻ പാടത്തില്ലായിരുന്നു, ബട്ട് ഇവിടെ നിന്ന് വന്നപ്പോഴാണ് ടീച്ചേഴ്സ് അത് പാടാനുള്ളൊരു കഴിവുണ്ട് അല്ലെങ്കിൽ പാടാൻ അറിയാം അല്ലേ? ഓക്കെ, ഒരു പാട്ട് പാടിക്കാം. സോങ് ഓക്കെ. இதயத்தில் ஏதோ ஒன்று இருக்குது கொஞ்சம் என்று இதுவரை இது போல நானும் இல்லையே கடலலை போலே வந்து கரைகளை எல்லும் ஒன்று முழுகிட மனதும் பின்வாங்கவில்லையே இருப்பது ஒரு மனது இதுவரை அது எனது என்னை விட்டு மெதுவாது போக கண்டேனே இது ஒரு கனவு நிலை கலைந்திட விரும்பவில்லை கனவுக்குள் கனவாயென நானே കണ്ടേനെ. ഓക്കെ, നന്നായിട്ട് പാടിയില്ല. കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ട്? പോവാറുണ്ട്. സ്കൂളിൽ നിന്ന് പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാനുള്ളത്? ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇവിടുത്തെ ടീച്ചേഴ്സ്. കാരണം ഒരു ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്. ഒരു ശരിക്കും കൂടെ എല്ലാം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എടുത്ത് അതിനകത്തൊരു ടീച്ചർ ഉണ്ടാവും. എല്ലാവരുടെയും ഒരു ഗ്യാങ് പറയുമ്പോൾ മിസ്സിന്റെ പേര് എന്തായാലും ഉണ്ടാവും ഞങ്ങളുടെ ഗ്യാങ്. അപ്പോൾ പേരെന്തായിരുന്നു? അൻലിയ അല്ലേ? അൻലിയക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന, എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു മിസ്സിന്റെ കൂടെ ഉണ്ട്. ആരാത്? അയ്യോ, പേര് പറയാൻ പറ്റില്ല. പേര് പറഞ്ഞ എല്ലാ ടീച്ചേഴ്സും ഉണ്ട് ഇവിടെ. എല്ലാ ടീച്ചേഴ്സിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഓക്കെ. 10th ഇയർ നിങ്ങൾക്ക് എക്സാം വരാൻ പോവല്ലേ? അടുത്തൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. കുഴപ്പമില്ല. ഇവിടെ എങ്ങനെയാ സ്റ്റഡീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂൾ? സ്റ്റഡീസിന്റെ കൂടെ തന്നെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്റ്റഡീസ് ഇപ്പം ഞങ്ങൾക്ക് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക, യൂണിറ്റ് ടെസ്റ്റ്. അതിന്റെ ഒപ്പം തന്നെ വി ആർ ഓൾ കമ്മിങ് ഹിയർ. അപ്പം ഒരു ഡിഫറൻസ് ഇല്ല. സ്റ്റഡീസ് അതിന്റെ വഴിക്ക് പോകും, അത് ബെസ്റ്റ് ആയിട്ട് തന്നെ പോകും. അതിന്റെ ഒപ്പം തന്നെ എല്ലാം കൂടുതൽ. താങ്ക് യു സോ മച്ച് അൻലിയ. താങ്ക് യു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്? ഹാന. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ഏത് ഇയറാ ജോയിൻ ചെയ്തത്? ഞാൻ ഫസ്റ്റ് തൊട്ട് ഇവിടെയുണ്ട്. ഓക്കെ. ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഹാനയുടെ? കുറേ പേരുണ്ട്. കുറേ പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ആരൊക്കെയാ? ഋതുപർണ, മേഘൻ, നിരഞ്ജന, ഇപ്പൊ വന്ന കുട്ടി, കുറേ ആൾക്കാരുണ്ടല്ലേ? ഓക്കെ. കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ടോ? പോവാറുണ്ട്. ഏതൊക്കെ കോമ്പറ്റീഷൻസ്? ഏത് ഐറ്റത്തിനാണ് ഹാനയ്ക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും? ഹാനയുടെ ടാലന്റ് ഒക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും? മ്യൂസിക്. പാട്ട് പാടുമോ? ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും പഠിക്കണ്ടോ? ഞാനില്ല, പഠിക്കാനില്ല. ഇൻട്രസ്റ്റ് ഇല്ല? അതുകൊണ്ടല്ല. ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ. സ്റ്റഡീസിലൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം തട്ടിമുട്ടി പഠിച്ചൊക്കെ പോകും. ഓക്കെ. ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? ടീച്ചേഴ്സ് ശരിക്കും നല്ല ഫ്രണ്ട്ലിയാണ്. എന്തും ഓപ്പണായിട്ട് പറയാൻ പറ്റും അവരോട്. അങ്ങനെ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ അത്യാവശ്യത്തിനേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടീച്ചേഴ്സ്. എന്തെങ്കിലും മറക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്തെങ്കിലും സ്കൂളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് ലാസ്റ്റ് ഇയറിൽ ഒരു സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു. എക്സാമിന് മുമ്പ് ഒരു ലീവ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. 6 day ക്യാമ്പായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ക്രാഫ്റ്റും ക്ലാസ്സസും കാലിഗ്രാഫി ക്ലാസ്സസും അങ്ങനെ ലാസ്റ്റ് ഡേ ഞങ്ങൾക്കൊരു ട്രിപ്പും ഉണ്ടായിരുന്നു.
കലാമണ്ഡലത്തിലോട്ടും വള്ളത്തോൾ മ്യൂസിയത്തിലോട്ടും. അപ്പോൾ നല്ല അന്ന് പോയപ്പോൾ എങ്ങനെയായിരുന്നു? കുറേ ഫ്രണ്ട്സിനെ കിട്ടി. നല്ല രസമായിരുന്നു. എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. കുറച്ചും കൂടെ നന്നായിട്ട് അറിയാൻ ക്ലാസ്സിലുണ്ടായിരുന്ന പല അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അന്ന് ഇന്ററാക്ട് ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. വേറെ എന്തൊക്കെയാ ഈ സ്കൂളിനെ പറ്റി പറയാനുള്ളത്? വേറെ സ്കൂളും ഈ സ്കൂളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബാക്കി സ്കൂളുകൾ ഈ സ്കൂൾ എന്ന് പറയുമ്പം എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസാണ് കൊടുക്കുന്നത്. സ്റ്റഡീസിനാണെങ്കിലും ബിഹേവിയർ ആണെങ്കിലും എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല എനിക്ക് ഐ എം ലക്കി എന്ന് എനിക്ക് പറയാം. എനിക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റിയതുകൊണ്ട് ഇഷ്ടമായി. സ്കൂളിൽ കുറേ ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് അന്ന. താങ്ക് യു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഹലോ. ഹലോ. എന്താ പേര്? ജീവ. ജീവ. നല്ല വെറൈറ്റി. ഗേൾസിന് ഇങ്ങനത്തെ പേര് കേട്ടിട്ടില്ലല്ലോ, കുറവാലോ? ആണോ? ജീവ എന്നാരാ പേരിട്ടെ? അമ്മ. അമ്മ. മുഴുവൻ പേരതാ? ജീവ മരിയ ജോസ്. മറിയ എന്നാരാ പേരാ? എൻ്റെ ബാപ്റ്റിസം നെയിം. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. 5th. LKG തൊട്ട് ഇവിടെ തന്നെയാണോ? അല്ല, 1st സ്റ്റാൻഡേർഡിൽ എങ്ങോട്ട് വന്ന? ഫസ്റ്റ് ആണ്. അതിന് മുമ്പ് എവിടെയായിരുന്നു? ജീവസ്. ജീവസ്. ഓക്കെ. ആ സ്കൂളിൽ നിന്ന് ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ സങ്കടമായോ? ഇച്ചിരി സങ്കടമായി. ഇച്ചിരി സങ്കടമായി. അവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു? ആ, ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ വിട്ടു പോന്നപ്പോ വിഷമമായോ? അവിടെ നിന്ന് ആരെങ്കിലും കൂടെ പോന്നായിരുന്നോ ഈ സ്കൂളിലേക്ക്? മാറിയായിരുന്നു. അപ്പൊ അതൊരു ആശ്വാസമായല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ വന്നിട്ട് എങ്ങനെയാ? നല്ല ഫ്രണ്ട്സിനെ കിട്ടിയോ? കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഈ സ്കൂളിലാണ് ഭാഗ്യമാണ് തോന്നിയത്. ഈ സ്കൂളിലാണ്. അതെന്താ അങ്ങനെ തോന്നിയത്? അല്ല, രാജഗിരിയുടെ സ്റ്റാർട്ടിങ് സ്കൂൾ ഇതാണ്. 52 ഇയേഴ്സായി, 52 ഇയേഴ്സായി ഇത് തുടങ്ങിയിട്ട്. അപ്പം എല്ലാം കൂടി നോക്കിയപ്പോൾ ഭാഗ്യമായിട്ട് തോന്നി. ഓക്കെ ഓക്കെ. കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആ. എന്തിലും ഏത് ഐറ്റം ഒക്കെയാ ചെയ്യാറ്? ഞാൻ സ്പീച്ചസ്, റെസിറ്റേഷൻ, പാട്ട്, ഡാൻസ് ഇതൊന്നുമില്ലേ? ഡാൻസ് ഉണ്ട്, പക്ഷെ പാട്ട് പാടില്ലേ? അല്ല, പാട്ട് അത്ര ഇല്ല. പാട്ട് പഠിപ്പിക്കൂന്ന് ഓർത്തിട്ടാണ് പാട്ട് പാടില്ല എന്നൊക്കെ പറയാം. അല്ല, ഞാൻ അല്ലെങ്കിലും പാട്ട് പാടാറ്. സ്പോർട്സ് ഒക്കെയോ? സ്പോർട്സിൽ അത്ര പോരാ. ഓക്കെ. ഈ പ്രോഗ്രാം എന്താണെന്നറിയില്ല, വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്നാ. അപ്പോൾ ഈ സ്കൂളിൽ വന്നിട്ട് പറയാനുള്ള സ്റ്റോറി എന്താ ജീവയ്ക്ക്? സ്കൂളിലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്കൂളിനെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ എന്തെങ്കിലും സംഭവത്തെ പറ്റിയോ? ഫാബില തന്നെയാണ്. ഫാബില. എല്ലാവർക്കും ഫാബിലാണ് പറയാനുള്ളത്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഫാബില ഒരു ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനാണ്. സൗത്ത് സോണിൽ നിന്നൊക്കെ വരും. മെയിനായിട്ട് ഫുട്ബോളും ബാസ്കറ്റ് ആണ്. അതെ. ഇവിടെ നിന്ന് രാജഗിരി എപ്പോഴെങ്കിലും ഫസ്റ്റ് ആയിട്ടുണ്ടോ? ആ, ഇടയ്ക്കൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ ഉണ്ട്. ലാസ്റ്റ് ടൈം ആരായിരുന്നു? ലാസ്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. താങ്ക് യു ജീവ, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കൂടെ രാജഗിരിയുടെ പ്രിൻസിപ്പൽ സാർ കൂടെ ഉണ്ട്. സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് ജോസ്. ഓക്കെ. സാർ എത്ര നാളായി ഇവിടെ? ഞാനിവിടെ കഴിഞ്ഞ 24 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ. 24 വർഷം കൊണ്ട് ഈ സ്കൂളിനുണ്ടായ വ്യത്യാസമുണ്ട് സാറ് വന്നേ പിന്നെ? വന്നതിന് ശേഷം ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നതും അതിനു മുമ്പും സ്കൂളിൽ എപ്പോഴും നല്ലൊരു ട്രാക്കിലായിരുന്നു. സ്കൂളിൽ എപ്പോഴും കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വികസനത്തിന്, വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതൊട്ടും കുറവ് വന്നിട്ടില്ല. കൂടുതൽ ഓരോ വർഷവും വലുതോറും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. സമഗ്ര വ്യക്തിത്വ വികസനം കായിക വിദ്യാഭ്യാസത്തിലായാലും കലാകാര്യങ്ങളിലായാലും പഠനകാര്യങ്ങളിലായാലും ആത്മീയ കാര്യങ്ങളിലായാലും ഉള്ള മികവ് ഞങ്ങളുടെ കുട്ടികൾ ഏറ്റവും പുലർത്തുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഐഡിയ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ്? എങ്ങനെ വേണം കുട്ടികളെ മോൾഡ് ചെയ്ത്? കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു
പ്രശ്നമായിട്ട് ഒരു ഭാരമായിട്ട് തോന്നരുത്, മറിച്ച് ഒരു ഉത്സവമാക്കി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള പഠന പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ ക്രമീകരിക്കുന്നത്. രാജഗിരി അങ്ങനെയാണെന്നാണ് സർ? രാജഗിരി അങ്ങനെയാണ്, പ്രവർത്തന നിരതമായിട്ടുള്ളത്. ഞങ്ങൾ എന്നും ആഘോഷങ്ങളും ഉത്സവങ്ങളുമാണ്. ഇതെല്ലാം പഠനത്തിൽ ഊന്നിയതാണ്. പഠനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്കൂളുകളിൽ നിന്ന് രാജഗിരിയെ വ്യത്യസ്തമാക്കുന്നുണ്ട്? ബാക്കിയുള്ള സ്കൂളിൽ നിന്ന് രാജഗിരി വ്യത്യസ്തമാക്കുന്നത് ഇവിടെയുള്ള സൗകര്യങ്ങളാണ് ഒന്ന്. പിന്നെ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് കുട്ടികളുടെ വ്യക്തിത്വ വികസനം, അച്ചടക്കം, അതുപോലെ തന്നെ സ്വഭാവ രൂപീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ എന്ത് പാഠ്യപ്രവർത്തനങ്ങളും പഠനേതര പ്രവർത്തനങ്ങളായാലും കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അവരുടെ വളർച്ച മാത്രമാണ് രക്ഷിതാക്കളുടെയോ മാനേജ്മെന്റിന്റെയോ അധ്യാപകരുടെയോ അനധ്യാപകരുടെയോ സൗകര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ കുട്ടികൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു. ഇപ്പോൾ സാർ ഇവിടെ 24 years ആയി, ഇപ്പോൾ 24th year ആണ്. ഇതിനിടയിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ ഏറ്റവും മോശം എന്ന് തോന്നിയൊരു കുട്ടി ഒരു 3-4 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ പറയുകയാണ്, ഞാൻ ഏറ്റവും നല്ല ഒരു ലെവലിലേക്ക് എത്തി, നല്ല പ്ലേസ്മെന്റ് കിട്ടി എന്ന് പറയുന്നു. കുട്ടി പറഞ്ഞൊരു കാരണം, ഇവിടുന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് രാജഗിരി എന്ന് പറഞ്ഞപ്പോൾ ബാംഗ്ലൂർ വെച്ചാണ് കുട്ടിയുടെ ഇന്റർവ്യൂ നടന്നത്. കുട്ടി സെലക്ട് ചെയ്യപ്പെട്ടു രാജഗിരിനായതുകൊണ്ട് മാത്രം. ആ ബ്രാൻഡ് നെയിം കൊണ്ട് കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് ഉയർന്നു. ഹി വാസ് സെലക്ടഡ്. താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നന്ദി. ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഹലോ ഫ്രണ്ട്സ്, സ്കൂളെന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല, അവരെ പഠിപ്പിക്കാനും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, സാറുമാരുണ്ട്. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപകനായ ഒരു സാറ് നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ സാർ. ഹലോ. സാറിന്റെ പേരെന്താണ്? സാർ ഇവിടെ ഏത് സബ്ജക്ട് എടുക്കുന്നത്? ഞാൻ ആർട്ടാണ് എടുക്കുന്നത്. എത്ര നാളായി സ്കൂൾ? ഞാൻ 25 വർഷമായി സ്കൂൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ സ്കൂളിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ സാറിന്റെ? സ്കൂൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അത് തികച്ചും ശരിയെന്ന രീതിയിൽ കാണുന്ന ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ സ്കൂളിന് വേണ്ടി ധാരാളം ശില്പങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ആർട്ട് ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിംഗ് ആണ്. അവർ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂളാണിത്. ഇവിടുത്തെ നേച്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ മുഴുവനും നല്ല വൃക്ഷങ്ങളും നല്ല ശില്പങ്ങളും കുട്ടികൾക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കാണുന്ന ഈ അന്തരീക്ഷം. ഈ അന്തരീക്ഷം കൊതിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ചേർത്തിരിക്കുന്ന ഇവിടെയുള്ള പേരൻസ് എല്ലാം തന്നെ ഈ അന്തരീക്ഷം കൊതിച്ചിട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഗ്രൗണ്ടെല്ലാം കണ്ടാൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കാരണം ഒരു പച്ച മയമാണ് മൊത്തം ഇവിടെ കാണുന്നത്. ഒപ്പം ഇവിടെ കാണുന്ന ശില്പങ്ങൾ ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് ചേർന്ന് പോകുന്ന, കുട്ടികളുടെ സ്വഭാവമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ളതാണ്. ഇവിടെ കാണുന്ന ചാപ്പൽ, അതുപോലെ ഇപ്പുറത്ത് കാണുന്ന ചാപ്പൽ, ഈ മൃഗശാല, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിലെ ഓരോ ഭംഗിയുള്ള വസ്തുക്കളെല്ലാം ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് പറയാം. ഞങ്ങളുടെ കുട്ടികൾ ധാരാളം തരത്തിൽ ശോഭിക്കുന്നുണ്ട്. ആർട്ടിൻ്റെ തലത്തിൽ ഇവിടെ ആദ്യം പഠിച്ചു പോയ കുട്ടികളെല്ലാം ഇപ്പോൾ ജർമ്മനിയിലെല്ലാം ചീഫ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ IAS കുട്ടികളുണ്ട്. ഇവരെല്ലാം തന്നെ ഈ സ്കൂളിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നിവിൻ പോളി, അജു വർഗീസ്, ഇവരെല്ലാം ഈ സ്കൂളിൻ്റെ പ്രൊഡക്റ്റാണ്. ഇവരെല്ലാം ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഈ സ്കൂളിൽ നിന്ന് പോകുന്ന ഓരോ കുട്ടിയും ഒരിക്കലും പാഴാകില്ല. അവരെല്ലാം നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് വരും. മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിലേക്ക് വരുന്നതാണ്. ഞങ്ങളുടെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിവിൻ പോളി, അജു വർഗീസ് എല്ലാം ഞങ്ങൾ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരിവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം അധ്യാപകരെ പറ്റി പറയുന്നത്, അവർക്കിവിടെ ഉണ്ടായിരുന്ന അനുഭവത്തെ പറ്റി പറയുമ്പോൾ അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ ഞങ്ങളുടെ കുട്ടികൾ മികച്ച നിലയിലേക്ക് വരുമ്പോൾ അതാണ് ഞങ്ങളുടെ യഥാർത്ഥ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ, സാറിൻ്റെ എക്സ്പീരിയൻസും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഇന്ന് നമ്മൾ നിൽക്കുന്നത് രാജഗിരി സ്കൂളിലാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ, ചെറിയവരും വലിയ കൂട്ടുകാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വാട്ട്സ് യുവർ സ്കൂൾ സ്റ്റോറി എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. സാറിൻ്റെ പേരെന്താണ്? റണേഷ് ഐസക്. സാർ ഏത് സബ്ജക്റ്റ് എവിടെ എടുക്കും? ഹിന്ദിയാണ്. ഹിന്ദിയാണ്. എത്ര വർഷമായി ഈ സ്കൂളിൽ? ഞാനിപ്പോൾ 19 വർഷം. 19 വർഷമായി. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസസും ഒരുപാട് നല്ല കുട്ടികളെ പഠിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ? എങ്ങനെ, എന്തുതരം എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത്? സന്തോഷം ഉണ്ടായതാവാ, സങ്കടമുള്ളതായ? സങ്കടമുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. കാരണം കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുസൃതികൾ കാണിക്കുമ്പോൾ അവരെ ശാസിക്കുവാനും ശിക്ഷിക്കുവാനും കറക്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അതൊരു ദുഃഖത്തിന് കാരണമാകുന്നില്ല ഒരിക്കലും. ഇപ്പോൾ കുഞ്ഞുങ്ങൾ അഥവാ പോടാ പറയില്ല, ഈ പറഞ്ഞാൽ പോലും അവർ കുഞ്ഞുങ്ങളാണെന്നുള്ള ബോധമുള്ളത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. സന്തോഷം നൽകുന്ന കാര്യം കുഞ്ഞുങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും പെട്ടെന്ന് ദുർമുഖം കാണിച്ചാലും പിന്നീട് വന്ന് സോറി പറഞ്ഞ് സാർ ഞാനങ്ങനെ ആവാം, ഞാനത് ചെയ്യാം എന്ന് പറയുന്നൊരു നല്ല സംസ്കാരം നമുക്കുണ്ട്. അത് സഹജമായൊരു വാസനയുണ്ട്. പറയുമ്പോൾ മുഖഭാവം കൊണ്ടെങ്കിൽ റിബലാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സൗമ്യമായി വന്ന് സോറി പറഞ്ഞ് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും കുട്ടികളെ സംബന്ധിക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം അത് കുഞ്ഞുങ്ങളായി തന്നെയാണ് ഇരിക്കുന്നത്. 12 വരെ പഠിക്കുന്ന കുട്ടികളായാലും ശരി, അവർ കുട്ടികൾ തന്നെയാണ്. നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ രാജഗിരിയിലെ കുട്ടികളും ബാക്കി സ്കൂളിലെ കുട്ടികളും തമ്മിൽ എന്താ ഒരു ഡിഫറൻസ് തോന്നുന്നത്? അത് തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ടാകുമല്ലോ. ഈ എൻ്റെ കുടുംബത്തിലെ വ്യക്തികളും മറ്റൊരു കുടുംബത്തിലെ വ്യക്തികളും അല്ല, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇവിടുന്ന് മാത്രം കിട്ടുന്ന ഇവിടുന്ന് മാത്രമെന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഒരു വ്യത്യാസം. ഇപ്പോൾ നമ്മൾ കുട്ടികളെ പണ്ടത്തെ പോലെ ഗ്രാമാന്തരീക്ഷത്തിൽ ഒതുക്കി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ പറത്തിവിടാൻ ആഗ്രഹിക്കുന്നു. വിദേശ രാജ്യങ്ങളിലും വിപുലമായ സംവിധാനങ്ങൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് ജോലിയായാലും ഉപരി പഠനമായാലും എത്തിച്ചേരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ നൽകുന്ന ഈ ക്രമീകരണങ്ങൾ അവർക്ക് നല്ലൊരു ബാക്കപ്പാണ്. പുതിയ പുതിയ സാഹചര്യം, വലിയ വലിയ സാഹചര്യം എത്തുമ്പോൾ പതറാതെ ഒരു സഭാകമ്പം പോലെ ഒരു എന്താ പറയുക, ഒരു വൈഷമ്യം ഉണ്ടാകാതെ അതിനെയൊക്കെ വളരെ നർമ്മത്തോടെ അല്ലെങ്കിൽ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാൻ അവർ കഴിയും. അപ്പോൾ കുടുംബത്തിലായാലും ഉണ്ട് വളരെ പാവപ്പെട്ട ഇല്ലായ്മ വളർന്ന കുഞ്ഞുങ്ങൾ എല്ലാ കാര്യം കണ്ടും കേട്ടും വളർന്ന ഒരു എക്സ്പീരിയൻസ് അതിവിടെ ഉണ്ടാകുന്നു. ഒരു പാഠശാല എന്ന രീതിയിൽ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും മാനേജ്മെൻറ്റ് നൽകും. അപ്പോൾ അത് കുട്ടികൾ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നോ ഇല്ലയോ, പക്ഷേ കണ്ടും കേട്ടും അവരുടെ ഉള്ളിലേക്ക് ഈ വക കാര്യങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയാലും ദേ ഡോണ്ട് ഫീൽ ബാഡ് എനിത്തിങ്, അഥവാ സംതിങ് ന്യൂ. കാരണം അവർക്ക് ലഭ്യമായിരിക്കുന്ന അടിത്തറ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. ഇതിൽ നിന്നും മുകളിലേക്ക് വളരാനുള്ളൊരു പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന കാഴ്ച അങ്ങനെ തന്നെയാണ്, എപ്പോഴും കാണുന്നത് അങ്ങനെ തന്നെയാണ്. താങ്ക് യു സോ മച്ച്.